അമ്മയുടെ പേരെന്താ? ബേബി. ബേബി അല്ലേ? അമ്മയുടെ വീട് എവിടെയാ? വരാപ്പുഴ. ഓക്കെ. ബിനോയ്ക്ക് എന്തായിരുന്നു പറ്റിയത്? ബിനോയ്ക്ക് ആക്സിഡന്റ്. എത്ര വയസ്സുണ്ടായിരുന്നു ബിനോയ്ക്ക്? 25 വയസ്സ്. ഏത് ഹോസ്പിറ്റലായിരുന്നു? അമൃതയില്. അമ്മയ്ക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയായിരുന്നോ? അപ്പോ ഈ അവയവദാനത്തെ കുറിച്ചൊക്കെ ഇല്ല. അത് ആരെങ്കിലും പറഞ്ഞാണോ? പറഞ്ഞതാണ്. ഞാൻ പിറ്റേ ദിവസമാണ് എന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയത്. മോനെ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ കിടപ്പായതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. പിറ്റേ ദിവസം എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ബിനോയിനെ കാണിച്ചു തരാൻ പോരെന്ന് പറഞ്ഞു. ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ബിനോയ് മരിച്ചെന്നുള്ളത്. അപ്പം എന്നോട് ചോദിച്ച് ഇങ്ങനെ അവയവദാനം ചെയ്യാൻ സമ്മതമാണോന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഒന്നും അറിയില്ലായിരുന്നു. എങ്കിലും ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു. അത് സമ്മതിക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ എന്തായിരുന്നു? ഒത്തിരി പേര് രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. മനുവാണ് ആ കൈ സ്വീകരിച്ചത്. എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് മനുവിനെ നേരത്തെ അറിയത്തൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, അറിയില്ല. ഇല്ല. ഓക്കെ. മനു എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ അമൃതയിൽ ട്രാൻസ്പ്ലാന്റ് കൗൺസിലിംഗ് അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നു. മനുവിന്റെ വലത് കൈയാന്ന് തോന്നുന്നു അല്ലേ? രണ്ട് അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പം എത്ര വർഷത്തിന് മുമ്പാണിത്? ഇത് 2015 അല്ലേ? 11 വർഷം. മഞ്ഞ് എന്തായിരുന്നു സംഭവിച്ച കൈ പോകാൻ? ഞാൻ ട്രെയിനിൽ നിന്ന് വീണ. ഓക്കെ. എവിടെ വെച്ചായിരുന്നു? ഷൊർണൂർ വെച്ച്. ആ സംഭവം എന്തായിരുന്നു ഒന്ന് ഓർമ്മിപ്പിച്ചാൽ? 2013 ഞാൻ ഇവിടുന്ന് ആലുവയിൽ നിന്ന് കൊല്ലൂർക്ക് പോകായിരുന്നു മറ്റേ. അപ്പം ആ സമയത്ത് രാത്രി ഒരു 12 മണിയായിട്ടുണ്ടാവും. ആ സമയത്ത് ഞാൻ ഈ മോൻ കഴിയാനായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 2-3 പേര് സിഗരറ്റ് വലിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകാർക്കായി. പിന്നെ അവരെന്തരം പിടിച്ചത് അവർ തള്ളിയിട്ടു. വലിയ സ്പീഡിൽ പോകുന്ന ട്രെയിനായിരുന്നോ? അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു. ട്രെയിൻ ആയിരുന്നു അത്? മാവേലി എക്സ്പ്രസ്. ഓക്കെ. എവിടെയാ വീണത്? എവിടെയാ? ഷൊർണൂർ കടവ്. ഉടനെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയോ? ഇല്ല, 2-3 മണിക്കൂർ അവിടെ കിടന്നു. കൈ ട്രെയിൻ അടിയിലായോ അതോ? അത് ഞാൻ ആ കമ്പിയില്ലേ, നമ്മളാ പിടിച്ചു കയറുന്ന ഒരു കമ്പി ഉണ്ടല്ലോ, ആ തള്ളി കഴിഞ്ഞപ്പോൾ കറങ്ങി വന്ന ആ കമ്പിയിൽ എനിക്ക് പിടുത്തം കിട്ടി. പക്ഷെ അത് എന്നാലും സ്ലിപ്പായിട്ട് ഈ മുഖത്തിന്റെ ഇവിടം പോയി ആദ്യം ആ സ്റ്റെപ്പിലേക്ക് അടിച്ചു. പിന്നെ എന്നാ സംഭവിച്ചെന്ന് ഒരു സൗണ്ട് മാത്രം പോയി അല്ലേ? അമ്മ ഇടയ്ക്കിടെ കാണാറുണ്ടോ? മിക്കവാറും കാണാറുണ്ട്. ഓക്കെ. എങ്ങനെയാ ഈ ഇങ്ങനെ അവയവം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞത്? അന്ന് ആ സമയത്ത് ഈ കൈമാറ്റ ശസ്ത്രക്രിയയെ കുറിച്ചൊന്നും ആർക്കും തന്നെ വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ സംസാരിച്ച ഡോക്ടേഴ്സിനൊന്നും തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ ഡോക്ടർ അയ്യരുടെ ഒരു TV പ്രോഗ്രാം, പ്ലാസ്റ്റിക് സർജറിയുടെ അഡ്വാൻറ്റേജിനെ കുറിച്ചൊരു പ്രോഗ്രാം കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ കൈയൊക്കെ മുറിഞ്ഞു മാറിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിടിപ്പിക്കാൻ പറ്റും, അത് ഈസിയാണ് ഇപ്പോഴത്തെ ഇത് വെച്ചെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു ഈ ലിവറും കിഡ്നിയൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ മുറിഞ്ഞു പോയാൽ പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ വേറെ എടുത്തു വയ്ക്കാൻ പറ്റുമോ എന്ന് സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, പക്ഷേ ഇതുവരെ ഇവിടെ ആരും ചെയ്തിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു നിനക്ക് വേറെ എന്താ നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൈയില്ലാതെ വേറെ പ്ലാനൊന്നുമില്ല, ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ സാർ പറഞ്ഞു അത് ഞങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടതിന് ശേഷം 3.5 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ തിരിച്ചു വിളിച്ചു, നമുക്ക് ആലോചിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ വന്ന് അവർ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും കൈകൾ കിട്ടുന്നില്ലായിരുന്നു. എളുപ്പമല്ലല്ലോ. അത് കഴിഞ്ഞിട്ടൊരു ദിവസം വൈകുന്നേരം എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരാൾ ബ്രെയിൻ ഡെഡ് ആയിട്ടുണ്ട്, അപ്പോൾ അവർ വില്ലിങ് ആണ്, നീ വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് രാത്രി തന്നെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിറ്റേ ദിവസം 2 ദിവസം എടുത്തു. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് അമ്മ ചെയ്ത പുണ്യം. ഓക്കെ.